നമസ്കാരം. ന്യൂസിലൻഡിൽ റോക്ക് ഫിഷിംഗിനിടെ കടലിൽ കാണാതായ 2 മലയാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്താൻ തിരച്ചിൽ തുടരുന്നു. ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. ആലപ്പുഴ നെടുമുടി ശശി നിവാസിൽ ശശിധരൻ നായരുടെയും ശ്യാമളകുമാരിയുടെയും മകൻ ശരത് കുമാറിന്റെ മൃതദേഹമാണ് കണ്ടെടുത്തത്. ഒപ്പമുണ്ടായിരുന്ന മൂവാറ്റുപുഴ ലബ്ബക്കടവ് ചെമ്പകത്തിനാൽ ബാബു ജോർജിന്റെയും ലൈലയുടെ മകൻ ഫെർസിൽ ബാബുവിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കി. ശരത് കുമാർ ന്യൂസിലൻഡിൽ നേഴ്സായി ജോലി നോക്കിയായിരുന്നു. കഴിഞ്ഞ വർഷം അവസാനമാണ് ശരത് കുമാർ ന്യൂസിലൻഡിൽ ജോലിയിൽ പ്രവേശിച്ചത്. ഇവിടെ കുടുംബസമേതം താമസിച്ചു വരവെയാണ് അപകടം. ന്യൂസിലൻഡിലെ തായ്ഹാരൂർ ബീച്ച് പ്രദേശത്ത് റോക്ക് ഫിഷിംഗ് എന്നറിയപ്പെടുന്ന സാഹസിക മീൻപിടുത്തത്തിനിടയിലാണ് ഇവരെ കാണാതായത്. ഫിഷിംഗ് മത്സരത്തിലെ ജോഡികളായിരുന്നു ഇരുവരും. സംഭവ സ്ഥലത്ത് നിന്ന് 3 കിലോമീറ്റർ മാറി തീരക്കടലിൽ നിന്നാണ് ശരത് കുമാറിന്റെ മൃതദേഹം ലഭിച്ചത്. എംബാം ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ടെങ്കിലേ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാൻ വിട്ടുകൊടുക്കൂ. ഇത് സംബന്ധിച്ച തീരുമാനം ഇന്നറിയാം. നോർത്ത്ലൻഡിലെ തൈഹരൂരിന് അടുത്തുള്ള ദി ഗ്യാപ്പിലെ പാറക്കെട്ടുകൾക്ക് സമീപമാണ് ഇരുവരും ചൂണ്ടയിടാൻ പോയത്. കഴിഞ്ഞ 1-ന് ന്യൂസിലൻഡ് സമയം വൈകിട്ട് 4-ഓടെയാണ് ഇവരെ കാണാതായത്. ചൂണ്ടയിടുന്നതിനിടയിൽ ശരത് കുമാർ ഭാര്യയ്ക്ക് ലൊക്കേഷൻ സ്കെച്ച് അയച്ചിരുന്നു. വൈകിയും ഭർത്താവ് തിരിച്ചെത്താതിരുന്നതോടെ ലൊക്കേഷൻ വിവരം അടക്കം കാണിച്ച് ഇവർ നോർത്ത്ലാൻഡ് പോലീസിൽ പരാതി നൽകിയായിരുന്നു. തായ്ഹാരൂർ ഉൾക്കടലിനും അവഹോവ ഉൾക്കടലിനും ഇടയിലുള്ള 3 കിലോമീറ്റർ രാത്രി രക്ഷാപ്രവർത്തകർ തെരച്ചിൽ നടത്തിയെങ്കിലും ഇരുവരെയും കണ്ടെത്താനായില്ല. ഇന്നലെ വീണ്ടും നടത്തിയ തെരച്ചിലാണ് ശരത് കുമാറിന്റെ മൃതദേഹം കണ്ടെടുത്തത്. നഴ്സായ ശരത്തും ഫെർസിലും കുടുംബത്തോടൊപ്പം ന്യൂസിലൻഡിലെ സെൻട്രൽ വാങ്കാരയിലേക്ക് അടുത്തിടെയാണ് താമസം മാറിയത്. സൂര്യയാണ് ശരത്തിന്റെ ഭാര്യ. 5 വയസ്സുള്ള മകളുമുണ്ട്. മൂവാറ്റുപുഴ സ്വദേശി ഫെർസിൽ ബാബു ന്യൂസിലൻഡിലെത്തിയത് മികച്ച തൊഴിലവസരം തേടിയാണ്. കാത്തിരിപ്പിനൊടുവിൽ വർക്ക് പെർമിറ്റ് ലഭിച്ച് ജോലിയിൽ പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് ദുരന്തം എത്തിയത്. ദുബായിൽ ജോലി ചെയ്ത വരവെ ന്യൂസിലൻഡിൽ സർക്കാർ നേഴ്സായി തിരുവല്ല കാവുംഭാഗം കൈലാത്ത് മോഹൻ അനിത ദമ്പതികളുടെ മകൾ ആഷ്ലിയെ ഫെർസിൽ വിവാഹം കഴിച്ചു. തുടർന്ന് ഇരുവർ ന്യൂസിലൻഡിലേക്ക് പോയി. സ്പൗസ് വിസയിലായിരുന്നു ഫെർസിൽ പോയത്. തുടർന്ന് ജോലി നേടാനുള്ള പരിശ്രമത്തിലായിരുന്നു. വിവാഹത്തിന് തൊട്ടു പിന്നാലെ ന്യൂസിലൻഡിലേക്ക് പോയ ദമ്പതികൾക്ക് അവിടെ വെച്ചാണ് ആൺകുഞ്ഞ് പിറന്നത്. 6 മാസമായ മിഖായലിന്റെ മാമോദിസയ്ക്ക് കഴിഞ്ഞ ജനുവരിയിൽ നാട്ടിൽ വരാൻ തീരുമാനിച്ചിരുന്നെങ്കിലും നടന്നില്ല. ഇതിനിടയിലാണ് ഫെർസിലിന് വർക്ക് പെർമിറ്റ് ലഭിച്ചത്. 2 ദിവസം കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കാനായിരുന്നു തീരുമാനം. പായ്ക്കപ്പലിൽ കടലിൽ സഞ്ചരിക്കുന്നതും കടലിടുക്കിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതും തിരമാലകളെ കീറിമുറിച്ച് നീന്തുന്നതുമെല്ലാം ഫെർസിലിന്റെ വിനോദങ്ങളായിരുന്നു. 6 മാസം മുമ്പാണ് സെൻട്രൽ വാങ്കാരയിലേക്ക് താമസം ആരംഭിച്ചത്. ന്യൂസിലൻഡിലെ ഗ്രാമീണ മേഖലയാണിത്. ഈ ഭാഗത്തെ കടൽ പ്രദേശത്ത് ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നില്ല. കാഴ്ചയിൽ ശാന്തമെന്ന് തോന്നുമെങ്കിലും പെട്ടെന്ന് തിര ഉയരുകയും താഴുകയും ചെയ്യുന്ന ഇടമാണ്. തിര കയറി ഇറങ്ങുന്നതിനാൽ വഴുക്കുള്ള പാറക്കൂട്ടങ്ങളാണ്. അപകടകരമായ പാറ ഇടുക്കുകളുമുണ്ട്. ഫെർസിലും ശരത്തും ഇവിടെ ചൂണ്ടയിടാനെത്തിയാണ് അപകടത്തിൽപ്പെട്ടത്. വ്യാഴാഴ്ച രാത്രി 8:30-ഓടെ ഫെർസിലിന്റെ ഭാര്യ ആഷ്ലിയാണ് വിവരം മൂവാറ്റുപുഴയിലെ വീട്ടിൽ അറിയിച്ചത്. ശരത് കുമാർ ഭാര്യയ്ക്ക് അയച്ച ലൊക്കേഷൻ മാപ്പിൽ നിന്നാണ് പോലീസ് ഇവർ എവിടെയാണ് പോയതെന്ന് കണ്ടെത്തിയത്. ശരത് കുമാറിന്റെ ഭാര്യ സൂര്യ എസ് നായരും മകളും ന്യൂസിലൻഡിലാണ്. മലയാളി അസോസിയേഷനും കൂട്ടുകാരും ചേർന്നാണ് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇവരുടെ വാഹനം, വസ്ത്രം, പാദരക്ഷകൾ എന്നിവ കണ്ടെത്തിയിരുന്നു. ന്യൂസിലൻഡിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളായ ഇരുവരും കൂടി അപകട സാധ്യതയുള്ള ബീച്ചിൽ മീൻ പിടിക്കാൻ പോയതാണ്. വഴുവഴുപ്പുള്ള പാറപ്പുറത്ത് നിന്ന് കടലിലേക്ക് വീണ് പോയിരിക്കാമെന്നാണ് നിഗമനം. ആദ്യം വീണുപോയ ആളെ രക്ഷിക്കാനായി അടുത്തയാൾ ഷൂസ് അഴിച്ചു വെച്ച് വെള്ളത്തിലിറങ്ങിയതാകുമെന്നും സംശയിക്കുന്നുണ്ട്. ശരത് കുമാറിന്റെ മരണവാർത്ത അറിഞ്ഞ് സഹപ്രവർത്തകരും ഞെട്ടലിലാണ്. സംഭവത്തിൽ ഫാങ്കരെ മലയാളി അസോസിയേഷനും അനുശോചനം രേഖപ്പെടുത്തി. പ്രദേശത്തെ മലയാളി കമ്മ്യൂണിറ്റിയിലെ സജീവ അംഗമായിരുന്നു മരിച്ച ശരത് കുമാർ. അതുകൊണ്ട് തന്നെ മൃതദേഹം നാട്ടിലെത്തിക്കാനും കുടുംബത്തെ സഹായിക്കാനുമായി ന്യൂസിലൻഡ് മലയാളി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ധനശേഖരണവും നടത്തുന്നുണ്ട്. ഫെർസിലിനെ കണ്ടെത്താനുള്ള തിരച്ചിലുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തകരെയും മലയാളി സമൂഹം സജീവമായി ബന്ധപ്പെടുന്നുണ്ട്. പാറക്കെട്ടുകളിൽ നിന്ന് ചൂണ്ടയിട്ട് കടലിലെ മീൻ പിടിക്കുന്നതാണ് റോക്ക് ഫിഷിംഗ്. പാറക്കെട്ടുകളിലേക്കുള്ള ശക്തമായ തിരമാലകളും പാറയിടുക്കുകളിലെ അപകടങ്ങളും കടൽ ജീവികളും ഈ വിനോദത്തെ അപകടകരമാക്കുന്നു. ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഇതൊരു ജനപ്രിയ വിനോദമാണ്.